സോ ആദ്യം നമുക്ക് കാളൈസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐക്കൺ കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഐക്കണിൽ വരുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ പ്ലേ സ്റ്റോർ നമുക്ക് എടുക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഡൗൺലോഡ് ആകുന്ന വരെ നമുക്ക് ഇമ്പോർട്ടൻസ് പറയാം. ഈ കോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി എത്ര കോളാണ് ചെയ്തത്, നിങ്ങൾ ഡെയിലി എത്ര പുതിയ ന്യൂ കോൾസാണ് ചെയ്തത്, അതേപോലെ എത്ര കോൾസ് നിങ്ങൾ ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. സോ ഇത് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് പറയപ്പെടുന്ന ഡാറ്റാസ്, പറയപ്പെടുന്ന നമ്പേഴ്സ് നിങ്ങൾ കോൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ടൂളാണ് ഈ കോളൈസർ എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും നിങ്ങളുടെ ഡാറ്റാസ് പ്രൈവസി കാര്യങ്ങളൊന്നും എടുക്കില്ല. പക്ക സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എത്ര കോൾ, നിങ്ങൾ ന്യൂമറിക്കലി കൗണ്ട്സ് മാത്രമേ ഇത് കാണിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ കോൾസ് പോലും റെക്കോർഡ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, സോ ഈ കാളൈസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഈ ഡൗൺലോഡ് ആയതിനു ശേഷം കാളൈസർ ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഡിഫോൾട്ട് ഫോൺ ആപ്പ് ആക്കിയത് വെക്കുക. സോ ഐ എഗ്രി എന്നുള്ളത് കൊടുക്കുക. സോ ഇവിടെ കോൺടാക്ട്സിൽ മാറ്റിയിട്ട് ഇവിടെ കാളൈസർ ആക്കുക, സെറ്റസ് ഡിഫോൾട്ട് എന്നുള്ളത്. നിങ്ങളുടെ കോൾ ഹിസ്റ്ററി അലോ ചെയ്യാൻ വേണ്ടി പറയും. കോൾ ഹിസ്റ്ററി അലോ ചെയ്യുക. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ഡാറ്റാസ് നിങ്ങൾക്ക് എത്ര ആൾക്കാരെ വിളിച്ചു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇത് എഗ്രിന് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് ഏത് സിമ്മാണ് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അത് ഇതിലേക്ക് കൊടുക്കുക. 75. സോ കൺട്രി കോഡാണ് ഇവിടെ കൊടുക്കേണ്ടത് അല്ലേ. ഇവിടെ 91 എന്ന് കൊടുക്കുന്നു. ഞാനിവിടെ ഫോൺ നമ്പർ കൊടുക്കുന്നു 10-14-2015. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കേണ്ടത്. സോ വെരിഫൈ എ കോൾ, സ്കിപ്പ് വെരിഫിക്കേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ബെറ്റർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെരിഫൈ എ കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5 സെക്കൻഡ്. സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. അതായത് ഇവിടെ കോൾ ഹിസ്റ്ററി അനലൈസർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. സോ ഈ അനലൈസറിൽ ടുഡേ എന്നുള്ള ഭാഗം കാണിക്കുന്നുണ്ടാകും. ടോട്ടൽ ഫെബ്രുവരി മാത്രമേ കാണിക്കുന്നുണ്ടായിരിക്കാം. ഫെബ്രുവരി 6 ഇന്നത്തെ ഡേറ്റ് മാത്രമേ കാണിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ സമ്മറി ഉണ്ടാവും, അനലൈസർ ഉണ്ടാവും. സോ ഇവിടെ സമ്മറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ 33 കോൾസാണ് ഞാൻ ടോട്ടൽ ചെയ്തിട്ടുള്ളത്. 4 മിസ് കോൾസ്, ഞാൻ അറ്റൻഡ് ചെയ്യാത്ത ഒരു കോൾ മാത്രം, ബാക്കിയുള്ള റിജക്റ്റ് ചെയ്യാത്തതുണ്ട്. യൂണീക്ക് കോൾസ്, ഇവിടെ യൂണീക്ക് കോൾസിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇന്ന് പുതുതായിട്ട് വിളിച്ചത് 9 ആൾക്കാരെ മാത്രമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് പിക്ക് ചെയ്യാത്ത കോൾ, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടും പിക്ക് ചെയ്യാത്ത കോൾസ് 2 ഉണ്ടാവും. അപ്പോൾ സോ ടോട്ടൽ സമ്മറി ഇവിടെ നിന്ന് കിട്ടും. ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ കമ്പനിയുടെ റിപ്പോർട്ടായിട്ട് ഡെയിലി നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇന്നത്തെ ട്രെയിനിങ് കൂടെ അവസാനിച്ചു. നിങ്ങൾക്ക് കാളൈസറിൻ്റെ ട്രെയിനിങ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി ട്രെയിനിങ് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ തരുന്നതായിരിക്കും.